തൃശ്ശൂരിലെ ഇലക്ഷൻ ആയതുകൊണ്ടും എൻ്റെ കോളേജ് വോട്ടിംഗ് ബൂത്ത് ആയതുകൊണ്ടും നമുക്കിനി 2 ദിവസത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. സോ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ രാവിലെ 9 മണിക്കുള്ള ക്ലാസ്സിന് 8:30 എണീറ്റു. 9:15 ക്ലാസ് കയറി, ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു. അങ്ങനെ പാതി വഴിക്ക് ഡി എന്നെ വിളിച്ചിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലാക്കി കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ ഷീ എന്നെ വിട്ടില്ല. അങ്ങനെ പിന്നെ ഞാനും ഡ്രാമയൊക്കെ കണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു ഗൈസ്. അങ്ങനെ ഉച്ചയപ്പോൾ വിശപ്പിന്റെ വിളി വന്നു. ഇസബൽ കാർ എടുത്തു, നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ബ്യൂട്ടിഫുൾ സ്പോട്ടിലോട്ടാണ് കേട്ടോ പോയത്. ആൻഡ് അവിടെ ചെന്ന് എൻ്റെ ആസ് യൂഷ്വൽ സാധനം പാനിപ്പൂരിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇസബലിന് മൊയ്ത്തോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് മൊയ്ത്തോയിൽ കിട്ടിയ നാരങ്ങ വിഴുങ്ങിയിട്ട് ഒരു റിയാക്ഷനും ഇല്ലാത്ത കൊച്ചാണ് കേട്ടോ ദിയ. അങ്ങനെ പാനിപ്പൂരി വന്നു, പാനിപ്പൂരി കഴിച്ചു. എനിക്ക് അവിടുത്തെ അത്രയ്ക്കും വലിയ ഇഷ്ടമൊന്നുമായില്ല ഗൈസ്. ഒരു ഓക്കെ ഐറ്റം, എനിക്ക് അത്ര ഇത് പറയാനുള്ളൂ. അങ്ങനെ ദിയയുടെ ലോഡഡ് ഫ്രൈസ് ലേറ്റ് ആയതുകൊണ്ട് അത് അത് എന്താ പറയുക പാഴ്സൽ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതും കുറച്ച് ടൈം എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എക്സോ ഒക്കെ കളിച്ച് അവിടെയും കുറേ നേരം വെറുപ്പിച്ചതിന് ശേഷം നമ്മൾ വീടെത്തി. ആൻഡ് പാഴ്സലൊക്കെ പൊട്ടിച്ച് കൈയിട്ട് വാരി ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഗൗരി ആഗതയായി ഗൈസ്. പിന്നെ ഗൗരി വന്നു, പിന്നെ പാട്ടായി, മേളമായി. എനിക്കും ദേക്ക് അവിടെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ കുറേ യൂനോ കളിച്ചു, വൈകിട്ട് ചായ കുടിച്ചു. ആൻഡ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ദിയക്ക് കേക്ക് ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുട്ടീനെ വീട്ടിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റലിൽ വന്നത്. ഹോസ്റ്റലിൽ വന്നപ്പോൾ ഞാൻ നഗ്ന സത്യം പറഞ്ഞത്, ഞാൻ എൻ്റെ ഐപാഡ് ഓൺ ആക്കിയിട്ടാണ് പോയത്. ഞാൻ വന്നപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരിക്കുമായിരുന്നു. അങ്ങനെ അതും ചാർജിന് ഇട്ടപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ബൈ.